Hi friends, welcome to Galen Gals. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് എങ്ങനെ ഒരു BGM ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു സ്പെക്ടർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അധികം ടൈം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സോങ് സെലക്ട് ചെയ്യുന്ന ഒരു സോങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 3 ഡോട്ട്സ് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ വിഷ്വലൈസർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതാണ് ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്പെക്ടർ വരും. നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പെക്ടർ ഇവിടെ കോളം ക്ലിക്ക് ചെയ്താൽ ഒരുപാട് സ്പെക്ടർ ഇവിടെ വരും, ലോഡായി വരും. അവിടെ നിന്ന് ഒരു സ്പെക്ടർ സെലക്ട് ചെയ്യുക. ഞാൻ ഈ സ്പെക്ടർ തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ പെൻസിൽ ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇമേജിൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഒരു ഇമേജ് ബ്ലർ എഫക്റ്റിൻ്റെ അടിയിൽ ഇമേജ്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് ഓപ്പണായി വരും. ഒന്ന് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ കസ്റ്റം ഇമേജ് എന്ന് പറയും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാനായിട്ട് പിക്ക് ഇമേജ് എന്ന് ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇമേജ് ഇടാൻ പോകുന്നത്. പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എവിടെയാണ് ഇമേജ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ ലോഗോ ആഡ് ചെയ്തു. ഞാനിപ്പോൾ ഒരു ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലൂ കളർ ആയതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് സെക്ഷനിലോട്ട് പോവാം. പിക്ക് ഇമേജ് പിന്നെ കസ്റ്റം ഇമേജ് എന്ന് തന്നെ അവിടെ വരും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് നടുക്ക് ഒരു ഇത് വന്നേക്കുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് തന്നെ ബ്ലർ ചെയ്യാൻ നോക്കാം. ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഫോട്ടോകൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിക്കോട്ടെ. അപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫോക്കസ് ഒരു പ്രോബ്ലം. ഓക്കെ, മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങനെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ബ്ലർ ആയിട്ടില്ല. ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ഇതായിട്ടില്ല. ഞാൻ പ്ലേ ചെയ്തും കൂടി കാണിച്ചു തന്നേക്കാം. കണ്ടോ, ഇത് നമുക്ക് അങ്ങനെ ബ്ലർ എഫക്റ്റ് കൊടുക്കാം. പെൻസിൽ ഐക്കൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലോഗോയുടെ അവിടെ ലോഗോ പിക്ചർ ആഡ് ചെയ്യല്ലേ, ഈ കോമ്പൻസേഷൻ 1 അവിടെയാണ് നമ്മൾ ലോഗോ അല്ല ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതേക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അങ്ങനെ ബ്ലർ ചെയ്യാൻ നോക്കാം. കോമ്പൻസേഷൻ 1 ഫസ്റ്റ് ഇമേജിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അടിയിലോട്ട് പോവാം. ഏറ്റവും അടിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ബ്ലർ എഫക്റ്റ്, അവിടെ ബ്ലർ എഫക്റ്റിൻ്റെ അവിടെ ഇത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്. ബ്ലറായ കാണാം. ബ്ലർ ഇത് നിങ്ങൾ എന്താ ഫുള്ള് കൂട്ടിയിട്ടിട്ട് നോക്കി. ഇപ്പോൾ ബ്ലർ ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ. അടുത്ത വീഡിയോ വേണമെങ്കിൽ ബൈ.